സെക്കൻഡ് ഡിഗ്രിയുടെ 70% കവർ ചെയ്യാനുള്ള ബേസ് നിങ്ങൾക്ക് വേണോ? വാട്ട് ഈസ് പെർഫെക്റ്റ് സ്ക്വയർ? എന്താണ് പൂർണ്ണവർഗം? നമ്മുടെ ആൾജിബ്രയില് a+b² ഫോർമാറ്റിലോ അല്ലെങ്കിൽ a-b² ഫോർമാറ്റിലോ ഉള്ള ആളുകളെയാണ് നമ്മൾ പെർഫെക്റ്റ് സ്ക്വയർ എന്ന് വിളിക്കുക. എന്നാൽ പെർഫെക്റ്റ് സ്ക്വയർ അല്ലാത്ത കുറച്ച് ആളുകളുണ്ട്. ആ പെർഫെക്റ്റ് സ്ക്വയർ അല്ലാത്ത ആളുകളെ പെർഫെക്റ്റ് സ്ക്വയർ ആക്കി മാറ്റുന്ന മെത്തേഡിനെ വിളിക്കുന്ന പേരാണ് കംപ്ലീറ്റിംഗ് സ്ക്വയർ മെത്തേഡ്. കംപ്ലീറ്റിംഗ് സ്ക്വയർ മെത്തേഡ് വെച്ച് എങ്ങനെ നമുക്ക് പെർഫെക്റ്റ് സ്ക്വയർ ആക്കി മാറ്റാം? ഇത് ഇപ്പോൾ പെർഫെക്റ്റ് സ്ക്വയർ അല്ല, ഇത് a² ഉണ്ട്, 2ab ഉണ്ട്, എന്നാൽ b² ഇല്ല. ആ b² കൂടി ആഡ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. x² + 6x എക്സിന്റെ കൂടെയുള്ള 6ന്റെ ഹാഫ് നമ്മൾ എടുക്കുന്നു, അതിനെ സ്ക്വയർ ചെയ്യുന്നു, അത് ലെഫ്റ്റ് സൈഡിൽ ആഡ് ചെയ്ത അതുപോലെ തന്നെ റൈറ്റ് സൈഡിൽ നമ്മൾ ആഡ് ചെയ്യുന്നു. ഇനി x² + 6x + 6ന്റെ പകുതി 3 ആണ്. അത് 3നെ സ്ക്വയർ ചെയ്തിട്ട് രണ്ട് സൈഡിലും ആഡ് ചെയ്യുമ്പോൾ ഇതുപോലെ വരും. ഇതിനെ നമുക്ക് x + 3² ഫോർമാറ്റ്, അതായത് a² + 2ab + b² നമുക്ക് a+b² ഫോർമാറ്റിൽ എഴുതാൻ സാധിക്കും. അപ്പോൾ അതിൽ നിന്ന് നമുക്ക് അടുത്ത സ്റ്റെപ്പിൽ സ്ക്വയർ കളയാം. സ്ക്വയർ കളയുമ്പോൾ റൂട്ട് വരുന്നു. റൂട്ട് 14 എന്ന് നിങ്ങൾക്ക് അറിയാം. എത്രയാണ്? 7 ആണ്. അങ്ങനെയാണെങ്കിൽ x = +3 ഇക്വേഷന്റെ റൈറ്റ് സൈഡിലേക്ക് പോകുമ്പോൾ -3 ആവുന്നു. ദെൻ നമുക്ക് x = 4 കിട്ടുന്നു. എക്സിന്റെ വാല്യൂ 4 കിട്ടി. ഇതേ രീതിയിൽ സ്ക്വയർ അല്ലാത്ത ആളുകളെ സ്ക്വയർ കംപ്ലീറ്റ് ചെയ്യുന്ന മെത്തേഡാണ് സ്ക്വയർ കംപ്ലീഷൻ മെത്തേഡ്. ഇതിൽ ശ്രദ്ധിക്കേണ്ട രണ്ട് കാര്യങ്ങളുണ്ട്. x² കൂടെ ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കാനുണ്ട്. അതുപോലെ x ഇല്ലാത്ത സംഖ്യയ്ക്ക് കൃത്യമായിട്ട് ഒരു പൊസിഷൻ കൊടുക്കേണ്ടതായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഇത് രണ്ടും ശരിയായാൽ മാത്രമാണ് നമുക്ക് സ്ക്വയർ കംപ്ലീഷൻ ചെയ്യാൻ പറ്റുള്ളൂ. അതിവിടെ ഓൾറെഡി ശരിയാണ്. ഇനി ശരിയല്ലാത്ത കേസിൽ എങ്ങനെ ശരിയാക്കും എന്നുള്ളത് നിങ്ങൾ കമന്റ് ബോക്സിൽ ഇടൂ.